ഞാൻ ഈ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഈ ഒരു റേസർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷമായിട്ടോ. അപ്പോൾ ഇപ്പം എന്താ വെച്ചാൽ പ്രശ്നം, നമ്മൾ ഈ ഒരു ഇതുകൊണ്ട് തന്നെ ചെയ്ത് ഇങ്ങനെ ഷേവ് ചെയ്ത് ഭയങ്കരമായിട്ട് മുഖത്തുള്ള ആ ഒരു ഹെയർ ഗ്രോത്ത് കൂടി. ഇപ്പം എനിക്ക് എന്താ പറയുക, ഇന്നിപ്പോൾ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ മറ്റന്നാളാകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ആ ഒരു ഹെയർ വളർന്നു വരികയാണ്. അതേപോലെ തന്നെ ഭയങ്കര തിക്കായി. എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവുമല്ലോ, അതിൻ്റെയൊക്കെ ഒരു 3-4 ഇരട്ടിയാണ് ശരിക്കും ഇപ്പോഴത്തെ ആ ഒരു മുഖത്ത് ഹെയർ വരുന്നത്. ഇപ്പം നമുക്ക് ഇതുകൊണ്ട് ഷേവ് ചെയ്യാണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഹെയർ വരില്ലേ, അതാണ് ഇപ്പോൾ അത് അവസ്ഥ. എനിക്ക് തോന്നുന്നു കുറേ പേര് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഒരു റേസർ ഉപയോഗിച്ചിട്ട് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിക്ക് വരും എന്നുള്ളത്. അപ്പം അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, ഞാനൊരു സംഭവം പറഞ്ഞു എന്ന് മാത്രം. ഈ ഒരു നമ്മുടെ ഈ ഒരു റേസർ യൂസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ബ്ലേഡ് അല്ലെങ്കിൽ ഈ ഒരു ഐറ്റം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷമായിട്ട് 5 വർഷമായിട്ടുണ്ട്. ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇത്രയും കാലം യൂസ് ചെയ്തിട്ടും അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇപ്പം എൻ്റെ ഈ ഒരു മുഖത്ത് ഞാൻ ഹെയർ റിമൂവ് ചെയ്തിട്ട് ഒരു 2 വീക്കിന് മേലെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. മിക്കവാറും ഞാൻ ഡെയിലും ചെയ്യാറില്ല, വല്ല ഫംഗ്ഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ മന്ത്ലി വൺസ് ഒക്കെയാണ് ഇതേപോലെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസം ഈ സമയമാകുമ്പോഴത്തേക്ക് ഇപ്പം ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഹെയർ ഗ്രോത്ത് അത്രയും വരാറുള്ളൂ. ആ വരുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന, പണ്ട് ഞാൻ 5 വർഷം മുൻപ് എൻ്റെ ഫേസിൽ എത്രത്തോളം ഹെയർ ഉണ്ടായിരുന്നോ അത് മാത്രമേ ഇപ്പോഴും ഉള്ളൂ. കംപ്ലീറ്റ് വന്നു കഴിഞ്ഞാലും അത്ര തന്നെ വരുന്നുള്ളൂ. അല്ലാണ്ട് ഈ ഒരു റേസർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു എന്താ പറയുക അപ്പർ ലിപ്സിലുള്ള ഈ ഒരു ഹെയർ റിമൂവ് ചെയ്താലും അതേപോലെ നമ്മുടെ ഒരു താടി വശങ്ങളിലുള്ള ഹെയർ റിമൂവ് ചെയ്താൽ കഴിഞ്ഞാലൊക്കെ നമുക്ക് ആദ്യമുള്ള ആ ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടല്ലോ അതന്നെ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഒരുപാട് കൂടെ കട്ടിയിൽ വരിക, ഭയങ്കരമായിട്ട് കൂടി വരിക, അങ്ങനത്തെ പ്രശ്നം എനിക്ക് ഈ ഒരു 5 വർഷത്തിൽ അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ അറിയുന്ന കുറച്ച് പേരോട് ചോദിച്ച സമയത്തും അവർക്കും ഇത് തന്നെയാണ്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡും കൂടെ ഇങ്ങനത്തെ സംഭവമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് എങ്ങനെ ചെയ്യണമെന്നുള്ളതും അതേപോലെ തന്നെ എൻ്റെ ഒരു ഫംഗ്ഷന് പോകുന്നതിന് മുൻപായിട്ടൊക്കെ എൻ്റെ ഒരു കംപ്ലീറ്റ് ഫേസിലെ ഒരു സ്കിൻ കെയർ റൂട്ടീനൊക്കെയാണ് ഇത് കാണിക്കുന്നുണ്ട്. അതേപോലെ എങ്ങനെയാണ് ഞാൻ ഫേസിൽ ഇത് റിമൂവ് ചെയ്യാറുള്ളതെന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനത്തെ റേസറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിക്കണം. അതായത് നമ്മൾ എപ്പോഴും ഫേസൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം എന്നിട്ട് വേണം അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നതിന് മുൻപായിട്ട് ആദ്യം തന്നെ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്യും. ഏത് ഫേസ് വാഷ് ആണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് സോപ്പാണെന്നുണ്ടെങ്കിൽ അത് എടുത്തോളൂ. പക്ഷേ സോപ്പ് എപ്പോഴും നമ്മളെ മുഖത്തിനൊന്നും യൂസ് ചെയ്യുന്നത് നല്ലതല്ല. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഈ ഒരു ഫേസ് വാഷാണ്. ഇത് പെയ്ഡ് പ്രൊമോഷനും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ എൻ്റെ അടുത്തുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഞാൻ ചെയ്യണമെന്നാണ് കാണിക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാനിതൊക്കെ ആമസോണിന്നാണ് മേടിച്ചിട്ടുള്ളത്. അപ്പം ഇത് സിമ്പിളിൻ്റെ റിഫ്രഷിങ് ഫേഷ്യൽ വാഷാണ്. ഇത് മിക്കവാറും എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ട് ആവും കേട്ടോ. ഒരു ഭയങ്കര വഴുവഴുക്കല്ല, കയ്യിലെടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു താളീൻ്റെ ഒക്കെ ഒരു കുഴകുഴാന്നിരിക്കില്ലേ, ആ ഒരു ഇതിലാണ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഫേസിലിട്ട് കുറച്ച് വെള്ളമാക്കിയിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുന്നു, അതേപോലെ തന്നെ കഴുകിക്കളയുന്നു. അപ്പോൾ നിങ്ങൾ എന്താ പറയുക മൈൽഡായിട്ടുള്ള ഒരു ഫേസ് വാഷ്, നല്ലൊരു ഫേസ് വാഷ് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട് റിവ്യൂ നോക്കിയിട്ട് മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് നല്ലതാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ ഫേസൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം എന്ത് ചെയ്യും, ഒരു എന്തെങ്കിലും ജെല്ലിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അലോവേറ ജെല്ലൊക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ നമുക്ക് ചില ഷേവിങ് ക്രീമുകൾ തന്നെ കിട്ടാറുണ്ട് സെറ്റായിട്ട്. അല്ലെങ്കിൽ മുൻപൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, സംഭവത്തിൻ്റെ പേര് പറഞ്ഞു. നമുക്കങ്ങനെ ജെല്ല് കിട്ടും. നമ്മൾ ഇതുപോലെ ഷേവ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഷേവിങ് ക്രീമൊക്കെ ജെൻസ് യൂസ് ചെയ്യാറില്ല, അതേപോലെ നമുക്ക് ജെല്ലുണ്ടാവും കേട്ടോ. അപ്പം അത് അപ്ലൈ ചെയ്യാം. അതും അല്ലെങ്കിൽ ഞാൻ പൊതുവെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു നമ്മുടെ സാധാ അലോവേറ ജെല്ലില്ലേ, ഇന്ന ബ്രാൻഡൊന്നും പറയുന്നില്ല, ഏതെങ്കിലും അലോവേറ ജെല്ലാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പം അത് തീർന്നേ കൊണ്ടാണ് ഇതേ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതല്ല ഞാൻ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ അതേപോലെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതും കൂടിയാണ് എടുത്താണ്. ഇത് മാമകത്തിൻ്റെ അലോ റീഫ്രഷ് ഹൈഡ്രേറ്റിംഗ് ഒരു ജെൽ മോയ്സ്ചറൈസറാണ്. നമുക്ക് ഈ ഒരു ഡ്രൈ സ്കിന്നിൽ ഇട്ടിട്ട് നമ്മൾ ഒരിക്കലും ഷേവ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ഇത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, കൂടുതൽ നമ്മളെ ആ ഒരു ഹെയറിൽ പക്ഷേ മുഖം ഡാമേജ് ആവാൻ അല്ലെങ്കിൽ സ്കിൻ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ കുറച്ചിട്ടിട്ട് നമ്മളൊന്ന് സ്മൂത്ത് ആക്കിയതിന് ശേഷം ഇതാക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ ഒരു ലൈറ്റ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. നിങ്ങൾക്കിത് ഇതായിട്ടും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞെന്ന് മാത്രം, അല്ലാണ്ട് നമ്മളിപ്പോൾ ഷേവ് ചെയ്തതിന് ശേഷം നമുക്ക് നോർമലി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ലൈറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണിത് കേട്ടോ. അപ്പം ഇത് ജസ്റ്റ് ഞാനിത് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇതിട്ടിട്ട് ഇങ്ങനെ നമ്മുടെ ഹെയർ, ചിലർ പറയും നമ്മൾ ഹെയറിനെ സെയിം ഡയറക്ഷനിൽ വേണം ഷേവ് ചെയ്യാനായിട്ട്, ചിലർ പറയുന്നത് ഓപ്പോസിറ്റ് ചെയ്താൽ കുറച്ചുകൊണ്ട് വേഗത്തിൽ കിട്ടുന്നുള്ളത്. അപ്പോൾ നമ്മുടെ കംഫർട്ട് അനുസരിച്ച് ചെയ്യാനായിട്ട് നോക്കാം. അതായത് ഈ ഒരു താടീൻ്റെ വശങ്ങളൊക്കെ ആണെങ്കിലും ഇതേപോലെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ, ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യുക, ഈ ഒരു അങ്ങനെ താഴേക്ക് ഇങ്ങനെ വടിച്ചു കൊടുക്കും. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു അപ്പർ ലിപ്സ് ഉണ്ടല്ലോ, അവിടെയാണെങ്കിലും ഇങ്ങനെ മേലിന്ന് താഴേക്കായിട്ട് ഇത് മേടിക്കാൻ കിട്ടും കേട്ടോ. ഇതിപ്പം ഇത് ഏതാ ബ്രാൻഡ് എനിക്ക് ഓർമ്മയില്ല. ഞാനപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റേസർ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഞാൻ നോക്കിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതും ഇതേപോലെ ഇങ്ങനെ താഴേക്ക് നമ്മൾ വടിച്ചു കൊടുക്കുക. ഈ ഒരു താടീൻ്റെ പോർഷനിലൊക്കെ ആയിട്ട് ഇതേപോലെ ഹെയർസ് ഇങ്ങനെ
റിമൂവ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ അതിൽ വളരെ കുറച്ച് സ്കിൻ കെയറും കാണിക്കുന്നുണ്ട്. ഒന്നും പ്രൊമോഷൻ ആയിട്ടുള്ളതല്ല, ഞാനത് ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുൻപായിട്ട് ചെയ്യണ പരിപാടിയാണ്. കുറച്ച് ഫേസ് നല്ല ഭംഗിയായിട്ടിരിക്കാനുള്ള അതിൻ്റെ ഒരു സ്കിൻ കെയർ റൂട്ടീൻ പോലെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ നെറ്റിയുള്ളതും ഒക്കെ ഇതേപോലെ എന്ത് ചെയ്യുക, നന്നായിട്ട് വടിച്ച് ക്ലീൻ ആക്കി കഴിയുക കേട്ടോ. എന്നിട്ട് നമ്മളൊരു മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യുമ്പോണ്ടല്ലോ മുഖം ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും തൊടുമ്പോൾ തന്നെ കേട്ടോ. ഇപ്പം തൊടുമ്പോൾ അല്ല പറയണത്. ഇതിന് ശേഷം എന്ത് ചെയ്യുക, ഇങ്ങനെ ഇതൊക്കെ പഠിച്ചതിന് ശേഷം കഴുകി കളയുക. അതിന് ശേഷം ഞാൻ ഈ പറഞ്ഞില്ലേ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ മുഖം ഒന്ന് പ്രിപ്പയർ ചെയ്യുന്ന രീതിയും കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യണത്. ഇതൊക്കെ മാസത്തിലൊന്ന് അല്ലെങ്കിൽ വല്ല ഫംഗ്ഷന് വരികയാണെങ്കിൽ അതിൻ്റെ തലേന്ന് ചെയ്യുന്ന പരിപാടികളാണ്. ഭയങ്കര വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഫേസിന്. കാരണം നമുക്ക് ഡള്ളായിരിക്കുന്ന ഫേസ് ആണെങ്കിൽ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും. പിറ്റേ ദിവസം നമുക്ക് ആ ഒരു മുഖത്ത് മേക്കപ്പ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര മാറ്റം ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനൊരു ഫേസ് സ്ക്രബ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ജസ്റ്റ് ഹെർബിൻ്റെ ഈ ഒരു ഫേസ് സ്ക്രബാണ്. ഇതിൽ കോഫിയും അതേപോലെ തന്നെ വാൾനട്ടുമാണ് വരുന്നത്. ഏകദേശം തീർന്നിട്ടുണ്ട്. ഈ ഒരു അടിവശങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൽ വേഗനായിട്ടുള്ള പ്രൊഡക്റ്റാണ്, ക്രുവാലിറ്റി ഫ്രീ ആണ്. അതൊന്നും നമ്മൾ നോക്കണ്ട. നല്ലൊരു സ്ക്രബായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പോർട്സ് ഒക്കെ ക്ലീൻ ആക്കാനായിട്ട് നല്ല ബ്രൈറ്റ് ആക്കി വെക്കുന്നു എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നല്ലൊരു കോഫീൻ്റെ മണ്ണാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫേസ് സ്ക്രബ് കൂടിയാണ് ഈ ഒരു ജസ്റ്റ് ഹെർബിൻ്റെ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് എമൗണ്ട് എടുത്തിട്ട് നന്നായിട്ട് മുഖത്തിട്ടിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് അല്ലെങ്കിൽ മസാജ് ചെയ്ത് കൊടുക്കും. ഒരുപാട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അരയ്ക്കേണ്ട. ആ ഒരു കോഫീൻ്റെ പോലത്തെ ഗ്രാനുൾസ് ഉണ്ടല്ലോ, അതിൽ വാൾനട്ടിൻ്റെ ഗ്രാനുൾസ് തോന്നുന്നുണ്ട്. കോഫി അത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് ക്ലീൻ ആക്കുക. അതിന് ശേഷം മുഖം വാഷ് ചെയ്യുക കേട്ടോ. വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് ചെയ്യാനായിട്ട് പോകുന്നത് ചിലപ്പോൾ ഒക്കെ ആണെങ്കിലും ഞാനൊരു ഫേസ് മാസ്ക് ഇട്ട് കൊടുക്കും. ഇത് പിൽഗ്രിമിൻ്റെ നമ്മുടെ 24K ഗോൾഡ് ഫേഷ്യൽ മാസ്ക് ആണ്. നല്ല അടിപൊളി സംഭവമാണ്. ഞാൻ ഇതിൻ്റെ സെപ്പറേറ്റ് ഒരു റിവ്യൂ ചെയ്യാം കേട്ടോ. അപ്പം ഇത് ജസ്റ്റ് ഞാൻ ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മുഖം വാഷ് ചെയ്യുമ്പോൾ ഭയങ്കര മുഖം നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും, നല്ല ഭംഗിയായിട്ടുണ്ടാവും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നല്ലൊരു ഫേസ് മാസ്ക് നോക്കുകയാണെങ്കിൽ ഇത് നല്ലതാണ്. അതേപോലെ തന്നെ മാമത്തെ ഒരു ഉത്തൻ ഫേസ് മാസ്ക് ഉണ്ട്, അതൊക്കെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പണ്ട് കുറേ ഉപയോഗിക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ അങ്ങനെ ഫേസ് മാസ്കുകൾ യൂസ് ചെയ്യാറില്ല എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുന്ന സമയത്ത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് മേടിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ആമസോണിൽ ഇപ്പോൾ ഓഫർ വരുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഈ 6-ാം തീയതി വരെയുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് വേഗം പറഞ്ഞു എന്ന് മാത്രം. 6-ാം തീയതി വരെ നമ്മളുടെ ഗ്രേറ്റ് സമ്മർ സെയിലാണ് വരുന്നത്. അപ്പം 50 മുതൽ 80% വരെയാണ് ഓഫ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കണ്ട. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആ ഒരു ഫേസ് മാസ്ക് ഒക്കെ ഇട്ട് ഒരു 20 മിനിറ്റ്സ് വെച്ചിട്ട് ഈ ഒരു ഫേസ് വാഷ് ചെയ്യുക. കിട്ടിയതിന് ശേഷം ഫേസ് ഒന്ന് കൂളാക്കാനായിട്ട്, അതായത് ഒന്ന് ശാന്തമാക്കി എടുക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. എപ്പോഴും ഞാൻ കുളി കഴിഞ്ഞ് വന്നാൽ ചെയ്യുന്ന എൻ്റെ സ്കിൻ കെയറിൽ, അതായത് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ അടുത്ത് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഈ ഒരു നമ്മുടെ ടോണർ അല്ലൊരു വാട്ടറാണ് സംഭവം. എന്താണ്, ജിൻസെങ് എസൻസ് വാട്ടറാണ്. ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ ഒരു വാട്ടറാണ് സംഭവം. അങ്ങനത്തെ എന്തോ ഈ ജിൻസെങ് എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു ചെടിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഒരുപാട് പേര് എന്താ പറയുക ഭയങ്കരമായിട്ട് അഭിപ്രായം പറഞ്ഞ് ഞാൻ മേടിച്ചാണ് കേട്ടോ. ഇതിലിപ്പോൾ പറയുമ്പോൾ ഫേസ് ഞാൻ ഇപ്പോഴൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കുറച്ച് നാൾ, ഒരു മാസമൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു വ്യത്യാസമുണ്ട്. നമ്മുടെ ഫേസിനൊരു കുറച്ച് നമുക്ക് സപ്ലൈ പോലെയൊക്കെ ഒരു ഫീൽ വരും കേട്ടോ. അങ്ങനെ എനിക്ക് തോന്നി. നല്ലൊരു ടോണറായിട്ട് ഫീൽ ചെയ്തു. അതിൽ കൂടുതലൊന്നുമില്ല. നമ്മുടെ മുഖം വെളുപ്പിക്കുക അല്ലെങ്കിൽ പിമ്പിൾസ് മാറ്റുക അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ മുഖത്ത് എന്തോ ഒരു മാറ്റമുണ്ട്. എന്തോ ഒരു മാറ്റം എനിക്ക് യൂസ് ചെയ്തിട്ട് തോന്നിയിട്ടുണ്ട്. അതാ എനിക്ക് തോന്നുന്നത് 2 മാസമൊക്കെ ആയാലും യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത്രേ തീർന്നിട്ടുള്ളൂ. എന്തായാലും നമുക്കിതൊരു 5 മാസത്തിന് ഒക്കെ യൂസ് ചെയ്യാനുള്ളത്. പക്ഷെ ഭയങ്കര റേറ്റാണ്. 1900 സംതിങ് ആയിട്ട് അതിന് റേറ്റ് വരുന്നുണ്ട്. പക്ഷേ എന്തോ ഒരു രസമുള്ളതും കൊണ്ട് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടമാണ് കേട്ടോ. അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല, നമുക്കിങ്ങനെ ഞാനത് മേടിച്ചു നോക്കിയെന്ന് മാത്രം. പിന്നെ അപ്പോൾ ഇതിട്ടിട്ട് എന്ത് ചെയ്യും, ഒന്ന് മസാജൊക്കെ ചെയ്യും. അതിന് ശേഷം ടോണറിന് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. പിന്നെ അതിൻ്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. മിനിമലിസ്റ്റിൻ്റെയാണ് കേട്ടോ. ഇത് നല്ല ഒരു മോയ്സ്ചറൈസറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണ്, നോർമൽ ടു ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ, പിമ്പിൾസ് ഒക്കെ വരുന്ന സ്കിന്നിനാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു മോയ്സ്ചറൈസറാണിത്. വിത്ത് കോപ്പർ സിങ്ക്, മഗ്നീഷ്യം, ഹൈലറോണിക് ആസിഡ് അതൊക്കെയാണ് വരുന്നത്. ഓയിലി കോമ്പിനേഷൻ സ്കിന്നൊക്കെ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ് ഇത്. ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ കുറച്ചായിട്ട് എൻ്റെ കണ്ടിന്യൂസ് ആയിട്ടൊരു സ്കിൻ കെയർ ഉണ്ടായിരുന്നത് നമ്മുടെ
അയ്യോ പിന്നെ മറന്നു, ഞാനിപ്പോൾ അതിൻ്റെ പേര് മറന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. നിങ്ങൾ ഓയിലി സ്കിന്നും പിമ്പിൾസ് ആണെങ്കിൽ, പിമ്പിൾസ് വരുന്ന സ്കിൻ ആണെങ്കിൽ നിങ്ങൾ അത് നോക്കേണ്ടത് ഈ റിക്വലിൻ്റെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട് കേട്ടോ. ഈ ഒരു സംഭവം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മുഖം ഭയങ്കര ഓയിലി ആയിട്ടിരിക്കും. എനിക്ക് അങ്ങനെ ഓയിലി ആയിട്ട്, എൻ്റെ ഓയിലി സ്കിന്നാണ്, പക്ഷെ എനിക്ക് അങ്ങനെ ഓയിലി ആയിട്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സപ്പിൾ ആൻഡ് സോഫ്റ്റ് ആയിട്ടിരിക്കും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ റിക്വലിൻ്റെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഓയിലി സ്കിന്നിൽ നിങ്ങൾക്ക് ഓയിലി ആയിട്ടിരിക്കുക, ഒന്നുകൂടെ ഓയിലി ആയിട്ടിരിക്കുക ഇഷ്ടമാണെങ്കിലും ട്രൈ ചെയ്യാം. പക്ഷേ പിമ്പിൾസ് തന്നെ ട്രൈ ചെയ്യേണ്ട, കാരണം ഭയങ്കര ഓയിലി ആയിരിക്കും. ഇപ്പം നൈറ്റിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് രാവിലെ തുടങ്ങുമ്പോൾ രക്ഷിക്കും നല്ലൊരു ഓയിലും അങ്ങനെയില്ലേ, അങ്ങനൊരു സംഭവം കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം കുറച്ചൊരു മാറ്റായിട്ടിരിക്കണം എന്നൊക്കെ ആണെങ്കിൽ ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ നല്ലതാണ്. അപ്പോൾ ഇത് ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോയി. രാത്രി ആണെങ്കിൽ കിടന്നുറങ്ങും, പകലാണെങ്കിൽ വന്ന് വെറുതെ ഇരിക്കും. ഓക്കെ, അതാണ് എൻ്റെ ഒരു എവിടെയെങ്കിലും പോകുന്നതിന് മുൻപ് ഞാൻ ചെയ്യണ കുറച്ച് സ്കിൻ കെയർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു ഷേവിങ് റൂട്ടീനൊക്കെ ആയി പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളിലേക്ക് പോകണമെന്നില്ല. നമ്മൾ ആദ്യം തന്നെ ഫേസ് വാഷ് ചെയ്യുക, അതിനുശേഷം ഇതേപോലത്തെ വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ക്രീം ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അലോവേറ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ ആയിട്ടുള്ള ജെല്ലുകൾ കിട്ടുമല്ലോ, ഷേവിങ് ജെൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് എന്താ പറയുക ഷേവ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം വീണ്ടും ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ടോണറോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ ഇട്ട് കൊടുക്കാം. അങ്ങനെ അതൊക്കെ തന്നെയുള്ള സാധനങ്ങൾ അപ്പോൾ ഞാൻ കാണിച്ചു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ പൊതുവേ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ പിമ്പിൾസ് വരാനുള്ളതും പിന്നെ സ്കിൻ ഡ്രൈ ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഒരുപാട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ എൻ്റെ അനുഭവത്തിൽ എനിക്ക് അങ്ങനെ ഹെയർ ഗ്രോത്ത് ഉണ്ടായില്ല കേട്ടോ. ഈ ഒരു 5 വർഷമായിട്ട് എനിക്ക് അങ്ങനത്തെ പ്രശ്നമേ ഇല്ല. ഇതേ അവരും പറഞ്ഞേ പണ്ട് എൻ്റെ ഹെയർ ഗ്രോത്ത് 5 വർഷം മുൻപ് എൻ്റെ ഫേസിൽ എത്ര ഹെയർ ഉണ്ടോ അതുതന്നെയാണ് ഇപ്പോഴും. ഞാൻ ഇതിപ്പോൾ 2 മാസമായിട്ടും ഹെയർ റിമൂവ് ചെയ്തില്ലെങ്കിലും എനിക്ക് ആ ഒരു ഹെയറിനെ വരുന്നിട്ടുള്ളൂ. അതിൽ കൂടുതലായിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഒന്നുമില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ്, അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.